അങ്ങനെ പ്രേമിച്ച പെണ്ണിൻ്റെ സീക്രട്ട് ഡേറ്റിന് വേണ്ടി അവസ്ഥയും ബട്ട് ഐ എം സ്റ്റാൻഡിങ് വിത്ത് എ ബ്രോക്കൺ മൈൻഡ്. അയാളുടെ കൂടെ അവൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നി. അയാൾ അവളെ തൊടുന്നു പോയിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സേവ്ദലൈറ്റിന്റെ സാരി അല്ലായിരുന്നു പറഞ്ഞത്, എന്തിനീ ഫ്രോക്ക് ഇട്ടത്? ഇതിനെന്താ പ്രശ്നം? ആരെ കാണിക്കാൻ കഴുത്തിറക്കി വെച്ചേക്കുന്നത്? ഡാനി ചുമ്മാ ചീപ്പാവല്ലേ? ഇതിനെന്താ മോശമുള്ളേ? നീ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുനിയുമ്പോഴും നിവരും രണ്ടും മണ്ണുകളും ഇങ്ങോട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടത്. ഞാൻ കണ്ടതാ. ഡാനി പ്രശ്നം അവരുടെ അല്ല, എന്റെ ജീവിതകാലം മുഴുവൻ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം. നല്ല വഴക്കാണല്ലോ. രണ്ടും കൂടി തല്ലി പിരിഞ്ഞാൽ മതിയായിരുന്നു. മമ്മി അപ്പോഴേ പറഞ്ഞ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ട് സെൽഫ് എസ്റ്റീം ഇത്തിരി കൂടുന്നു. അതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാൻ തന്തയും തള്ളയും വല്ലതും വേണ്ടേ? ഡാനി ഇന്നഫ്. എന്റെ പപ്പനും അമ്മേനും ചുമ്മാ ഇത്തിരിക്ക് വലിച്ചടക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അവർക്ക് നിന്നെ കണ്ടാൽ മനസ്സിലോടി. പറഞ്ഞു വരുമ്പോഴേ നീ ഒരു ബാസ്റ്റഡാണ്. അതാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കും. ചോമോനെ എന്നെ നാക്കി തരൂ. എൽസി കുടിക്കാൻ കുറച്ച് പറഞ്ഞു. എൽസി ഒരു കാര്യം, ചോമോനെ എന്നെ നാക്കി തരൂ. നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. അവള് ഫ്ലാറ്റ് ഒറ്റയ്ക്കായിരിക്കും. എന്ത് ചീപ്പ് പരിപാടി കാണിച്ചിട്ടാലും അവൾ ഫ്ലാറ്റിൽ കയറിക്കോണം. ഓക്കെ, അറിയാലോ അവളുടെ ബെസ്റ്റ്.